ഇന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റിയായ ഒരു പലഹാരം കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ കടായി ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയെടുത്തത് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയും 1/2 കപ്പ് ചിരവിയ തേങ്ങയും പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിപ്പം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് കയ്യിൽ വെച്ച് പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ആവിയിൽ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.